വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ലബനനിൽ വീണ്ടും സ്ഫോടനങ്ങൾ. കഴിഞ്ഞ ദിവസം ലബനനിലുണ്ടായ പേജർ സ്ഫോടനത്തിൽ 10-ലധികം പേർ കൊല്ലപ്പെടുകയും 3000-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ സ്ഫോടനങ്ങൾക്ക് ശേഷം ലബനനിൽ ബുധനാഴ്ച വീണ്ടും സ്ഫോടനങ്ങൾ ഉണ്ടായി. പേജർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള പ്രവർത്തകരുടെ ശവസംസ്കാര ചടങ്ങിലും മറ്റുമായിരുന്നു സ്ഫോടനങ്ങൾ. സ്ഫോടനത്തിൽ 9 പേർ കൊല്ലപ്പെടുകയും 300-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്ക് പറ്റിയവരിൽ ഹിസ്ബുള്ള പ്രവർത്തകരും സാധാരണ ജനങ്ങളും ഉൾപ്പെടുന്നു. ബൈറൂത്തിനടുത്ത് ദാഹിയയിൽ ശവസംസ്കാര ചടങ്ങിനിടെയാണ് ഒരു സ്ഫോടനമുണ്ടായത്. പുതിയ സ്ഫോടനങ്ങൾ നടന്നത് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, സോളാർ എനർജി സിസ്റ്റങ്ങൾ, വാക്കി ടോക്കികൾ തുടങ്ങിയവയിലാണെന്നാണ് ലബനൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ലബനീസ് ആർമി ജനങ്ങളോട് ആവശ്യപ്പെട്ടത് സ്ഫോടന മേഖലയിൽ നിന്നും സ്ഫോടന വസ്തുക്കളിൽ നിന്നും അകലം പാലിക്കണമെന്നാണ്. ഹിസ്ബുള്ളയുടെ സീനിയർ നേതാക്കന്മാർ പറഞ്ഞത് ഹിസ്ബുള്ള പുതിയൊരു യുദ്ധഘട്ടത്തിലാണെന്നാണ്. പുതിയൊരു യുദ്ധഘട്ടത്തെയാണ് അഭിമുഖീകരിക്കുന്നതെന്നും അതായത് ഒരു പുതിയ യുദ്ധ രീതിയെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നുമാണ്. അതിനുള്ള ശിക്ഷ ഉടനെ പ്രതീക്ഷിക്കാമെന്നും ഹിസ്ബുള്ള നേതാക്കന്മാർ പറഞ്ഞു. അൽ ജസീറയുടെ ഒരു കറസ്പോണ്ടന്റ് പറയുന്നത് ബൈറൂത്തിലെ അമേരിക്കൻ ഹോസ്പിറ്റലിന്റെ അധീനതയിലുള്ള ഒരു ആംബുലൻസിൽ സ്ഫോടക ശേഷിയുള്ള ഒരു ഉപകരണം കണ്ടെന്നും ലബനീസ് മിലിറ്ററി എഞ്ചിനീയേഴ്സ് സ്ഥലത്തെത്തി ഒരു നിയന്ത്രിത സ്ഫോടനത്തിലൂടെ അപകടമില്ലാതാക്കുകയും ചെയ്തു എന്നാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, സ്ഫോടക വസ്തു കണ്ടെത്തിയ ആംബുലൻസ് അമേരിക്കൻ ഹോസ്പിറ്റലിൻ്റെത് മാത്രമാണ്. അവിടെ ഹിസ്ബുള്ളക്ക് യാതൊരു അധികാരാവകാശങ്ങളുമില്ല. ഹിസ്ബുള്ളയുടെ ആരും തന്നെ അവിടെ ജോലിക്കാരായോ ഇല്ല. എന്നാൽ തലേ ദിവസം നടന്ന സ്ഫോടനത്തിൽ പരിക്ക് പറ്റിയ 100 കണക്കിന് ആളുകൾ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. സ്ഫോടക വസ്തു കണ്ടെത്തിയതും വിവരമറിയിച്ചതും മെഡിക്കൽ സ്റ്റാഫുകളാണ്. മറ്റൊരു അൽ ജസീറ കറസ്പോണ്ടന്റ് പറയുന്നത് സിറിയൻ ബോർഡറിനടുത്തുള്ള വടക്ക് കിഴക്കൻ ലബനനിലെ ബക്ക പ്രവിശ്യയിൽ 1-ലധികം സ്ഫോടനങ്ങൾ ഉണ്ടായെന്നാണ്. ഇതിലൊരു സ്ഫോടനം നടന്നത് ഒരു കാറിനകത്തും മറ്റൊന്ന് ഒരു അപ്പാർട്ട്മെന്റിലുമാണ്. കൂടാതെ സിറ്റിയിൽ 3-മതൊരു സ്ഫോടനം കൂടി ഉണ്ടായെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ അപകടങ്ങൾ വോക്കി ടോക്കി വഴിയോ അതോ മറ്റേതെങ്കിലും ഡിവൈസ് വഴിയോ ആണെന്ന് തിരിച്ചറിയാനായിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ വാർത്താവിനിമയ സംവിധാനങ്ങളെ ഒന്നിനു പിറകെ ഒന്നായി ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലാണെന്ന് വേണം ഊഹിക്കാൻ. ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള മണിക്കൂറുകൾ കഴിഞ്ഞാൽ തന്റെ പ്രതികരണം അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതെല്ലാം നിലക്കായിരിക്കും ഹിസ്ബുള്ളയുടെ പ്രതികരണം ഉണ്ടാവുക, ഹിസ്ബുള്ളയുടെ നിലപാട് എന്തായിരിക്കുമെന്നും വരും നിമിഷങ്ങളിൽ മനസ്സിലാക്കാനാവുന്നതാണ്. ഇത്രയൊക്കെയായിട്ടും ഹിസ്ബുള്ള തങ്ങളുടെ നിലപാടുകളിൽ മാറ്റമില്ലെന്ന് തർക്കമില്ലാതെ വ്യക്തമാക്കുകയാണ്. ഇനിയും ഹമാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇസ്രായേലിനെതിരെ ശക്തമായി രംഗത്തുണ്ടാകുമെന്നും ഇപ്പോഴും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഹിസ്ബുള്ള. ഇതുവരെയും ഹിസ്ബുള്ള ഹമാസിനെ സഹായിച്ചുകൊണ്ട് യുദ്ധമുഖത്തുണ്ടായിരുന്നെങ്കിലും ഇസ്രായേലുമായി ഒരു തുറന്ന യുദ്ധത്തിന് തയ്യാറായിട്ടില്ലായിരുന്നു. എന്നാൽ ഇനിയുള്ള ഹിസ്ബുള്ളയുടെ നിലപാടുകൾ എന്തായിരിക്കുമെന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ മനസ്സിലാക്കാനാവൂ. അതേസമയം ഇസ്രായേൽ ഡിഫൻസ് മിനിസ്റ്റർ യോവ് ഗാലൻ പറഞ്ഞത് ഇപ്രകാരമാണ്: ഞങ്ങൾക്ക് ഒരുപാട് സാധ്യതകളും കഴിവുകളുമുണ്ട്, പക്ഷെ അതൊന്നും ഞങ്ങൾ ഇതുവരെ പ്രാവർത്തികമാക്കിയിട്ടില്ല. ഞങ്ങൾ ഘട്ടം ഘട്ടമായി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. ഓരോ ഘട്ടത്തിലും ഹിസ്ബുള്ള നൽകുന്ന വില ഉയർന്നതായിരിക്കണം. ഞങ്ങൾ യുദ്ധത്തിന്റെ ഒരു പുതിയ ഘട്ടത്തിന്റെ പ്രാരംഭത്തിലാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിക്കുന്നത് വടക്കൻ ഇസ്രായേലിൽ നിന്നും കുടിയൊഴിഞ്ഞു പോയ ഇസ്രായേലികളെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരുമെന്നാണ്. അതിനുവേണ്ടി സാധ്യമായ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുമെന്നാണ്. ഇസ്രായേൽ ലബനനിൽ ഒരു ശക്തമായ ആക്രമണത്തിന് തയ്യാറായി കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം നോർത്തേൺ ഗസയിൽ ഒരു സ്കൂളിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ 5 കുട്ടികളും 2 സ്ത്രീകളും ഉൾപ്പെടുന്നു.